മെഡിക്കൽ ടൂറിസം എന്നുള്ളൊരു വാക്ക് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പലർക്കും അത്ര അറിവുണ്ടായിരിക്കാൻ സാധ്യതയില്ല. ആക്ച്വലി മെഡിക്കൽ ടൂറിസം എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നല്ലൊരു ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് നമ്മൾ സഞ്ചരിച്ച് അവിടെ ചെന്ന് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. ഇതൊരു ടൂറിസം മേഖല പോലെ അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ US താമസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പല ട്രീറ്റ്മെന്റുകളും അവിടുത്തെ മെഡിക്കൽ ചെലവ് വളരെ വലുതായിരിക്കും. ഓഫ്കോഴ്സ് അവർക്ക് അവിടുത്തെ ഗവൺമെന്റ് ഇൻഷുറൻസും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ ചീപ്പ് പ്രൈസിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചില കേസുകളിൽ പ്രൈവറ്റ് സെക്ടറിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സിന്റെ എക്സ്പെൻസ് ആണ് വരുന്നത്. അത് അവരെ സംബന്ധിച്ച് താങ്ങാവുന്നതിനേക്കാളും അപ്പുറമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഈ പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് ഒരു നല്ല രീതിയിൽ എടുക്കാനും പറ്റും. അവരുടെ ട്രാവൽ എക്സ്പെൻസ് അടക്കം അവർക്ക് ഇത്രയും കോസ്റ്റും വരുന്നില്ല. ഹിപ്പ് റീപ്ലേസ്മെന്റ്, അതുപോലെ തന്നെ ഐ സർജറി, ഇങ്ങനെയുള്ള ഇൻഡെക്സിൽ ഇന്ത്യ 10ാമത്തെ രാജ്യമാണ് മെഡിക്കൽ ടൂറിസത്തിന്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ റിവേഴ്സ് ആയിട്ടും ഇവ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് US മയോ ക്ലിനിക്കാണെന്ന് നമ്മൾ പലർക്കും അറിയാം. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പല വ്യക്തികളും ബെറ്റർ ട്രീറ്റ്മെന്റ് വേണ്ടി കേരളത്തിൽ നിന്ന് US പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് വരുന്ന സിറ്റുവേഷൻസ് ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെഡിക്കൽ ടൂറിസത്തിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ആളുകൾക്ക് മറ്റ് രാജ്യത്തേക്ക് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ കോസ്റ്റ് കുറവാണ് എന്നുള്ള വസ്തുതയാണെങ്കിലും നമ്മളെപ്പോലെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് US പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ട്രീറ്റ്മെന്റ് കോസ്റ്റ് വരും. ഇതിനെ നമുക്ക് എങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ്, നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ആ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളുടെ എബ്രോഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫോറിൻ ട്രീറ്റ്മെന്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കണം. ആ ഫോറിൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അബ്രോഡ് ട്രീറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സം അഷ്വേർഡ് ആവശ്യത്തിനുള്ള ഒരു സം അഷ്വേർഡ് ആയിരിക്കും. നമുക്കറിയാം ഇന്ത്യയിലത്തെ കറൻസി റേറ്റ് അല്ല നമ്മൾ US വരുമ്പോൾ. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് എടുത്താലും അത് കവർ ആവുന്ന രീതിയിൽ അത്യാവശ്യത്തിന് നല്ലൊരു സം അഷ്വേർഡ് നമുക്ക് നാട്ടിൽ തന്നെ എടുത്ത് വരും. ഇതിന് നമ്മൾ ചിന്തിക്കുന്ന പോലെ വലിയ കോസ്റ്റുകളൊന്നും വരുന്നില്ല. ഇന്ത്യയിൽ തന്നെ നല്ല സർവീസ് കൊടുക്കുന്ന ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. പുറമേ നമുക്ക് അവരുടെ സർവീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് അവരുടെ ക്യാഷ്ലെസ് സർവീസ് വരെ ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള പോളിസികൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനും അത് ഏതൊക്കെ കമ്പനിയുടെ ആണ് ബെസ്റ്റ് ആയിട്ടുള്ള പോളിസി എന്ന് പറഞ്ഞു തരാനും ഞങ്ങളുടെ സർവീസ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.